80-ാം വയസ്സിലും രാമേട്ടൻ തിരക്കിലാണ്. എങ്ങനെ രാവിലെ തൊട്ടുള്ളൊരു ദിവസം തുടങ്ങുന്നപ്പോൾ എന്തൊക്കെ പണി? ഈ ആട്ടിന് കാൽ തീറ്റ കൊടുക്കും. ആടിന് തീറ്റ കൊടുത്ത് വെള്ളം കൊടുത്തതിന് ശേഷം കഞ്ഞി കുടിച്ചിട്ട് ഇവിടെ ഇറങ്ങും. പിന്നെ 12 മണി വരെ എടുക്കും കുറച്ച്. പിന്നെ കാര്യം കിടക്കും. പിന്നെ 2 മണിക്ക് പിന്നെ ആരംഭിക്കും. എന്തൊക്കെയുള്ള മൃഗങ്ങൾ ആടുമുണ്ട്. ഇപ്പം തൽക്കാലം കോഴിയുണ്ട്. ശരി. അതിൻ്റെ പരിചരണമൊക്കെ രാമേട്ടൻ തന്നെ നമുക്ക് മുയലുണ്ട്. 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 ശരി. അതിന് വികസിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ ആവില്ല ഒന്നിച്ച്. ഇപ്പോൾ വയസ്സെത്രയായി? 80 ആവുന്നു. 80 ആവാനായി. ഇപ്പം പക്ഷേ വെറുതെ ഇരിക്കൂല. എങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അത് ശീലം. അത് ശീലിച്ചുകൊണ്ട് എടുത്തു പോകാം. തന്നെ നടക്കില്ല. എന്നെപ്പോലുള്ളവർക്ക് അധികം ഇരുത്തുന്നത് തന്നെയാണ്. നമ്മളിങ്ങനെ എടുക്കുന്നത് എടുക്കുന്നതന്നെ എടുത്ത് പോകണം. എനിക്ക് തന്നെ അറിയാം നിർത്തിയാൽ വെക്കും എന്നുള്ളത്. അതാണ് കൃഷിയാണ് ഒരു ജീവിതം. പറമ്പൊന്നില്ലെങ്കിൽ വെറുതെ പോകും. എത്ര സ്ഥലമുണ്ട് രാമേട്ടനോട്? ഇവിടെ 2-3 ഏക്കറുണ്ട് പറമ്പ്. കുട്ടികൾക്കെല്ലാം ഓരി കൊടുത്തിട്ട് പിന്നെ വയൽ ഞാൻ വരയ്ക്കാം. വണ്ടിയാൻ പറ്റിയ വയലുണ്ട്. വയലുണ്ട്. എത്ര സ്ഥലത്ത് നെൽകൃഷി എടുക്കും? 1 ഏക്കറ. കുറച്ച് 1 ഏക്കർ വാഴ. രാമേട്ടൻ തന്നെ നെൽകൃഷിന്റെ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പോകും. എല്ലാം ചെയ്യും. വിത്ത് വിതയ്ക്കലും വിതയ്ക്കലെ കാര്യം കൂട്ടും. പിന്നെ ഇപ്പം ട്രാക്ടറല്ലേ പണി എടുക്കുന്നത് കൂട്ടുന്നതൊക്കെ. പിന്നെ വരമ്പ് ഞങ്ങൾ തേക്കും. വരമ്പൊക്കെ തറയ്ക്കും. വരമ്പ് ഞങ്ങൾ തേക്കും. പണ്ട് ഏര് കൂട്ടലൊക്കെ ഉണ്ടാവൂലേ? പണ്ട് ഏര് കൂട്ടലുണ്ട്. ഒക്കലൊക്കെ ഞങ്ങൾ കല്ല് വെക്കും. കൂട്ടി വെച്ചിട്ട് ഇപ്പം ഈ മരത്തുമ്മിലൊക്കെ കയറി ആടിന് ചപ്പൊക്കെ സ്വന്തം വെട്ടും. അത് ഈ കമ്പ് ഉള്ളിടം വരെ പോകും. അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഏണിമ കയറും. കയറും. ഇപ്പോഴും കയറും. അങ്ങനെ വരെ പോകില്ല. ആവില്ല. കടി വളയില്ല. അതുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളോ മരുന്നൊക്കെ ഉണ്ടോ? പ്രഷറിന് ഇങ്ങനെ കഴിച്ചു കൊടുക്കും. പ്രഷറിന് മാത്രം, വേറെ കഴിക്കില്ല. പകലിവിടെ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവും? മോൻ ജോലിക്ക് പോയല്ലേ? ഒറ്റയ്ക്ക് ഉണ്ടാവും. അപ്പൊ ഭക്ഷണമൊക്കെ അത് ഞാൻ അവർ ഉണ്ടാക്കി വെക്കുമല്ലോ. ഞങ്ങൾ കോഴി കഴിക്കും. ഞാൻ അത് തന്നെ പണി. അപ്പോൾ ഒറ്റയ്ക്ക് ആകുമ്പോൾ ഈ പണിയെടുക്കുന്നതുകൊണ്ട് അത് അറിയുന്നുണ്ടാവില്ല. മറ്റു വിഷമല്ലേ ഇങ്ങനെ ഇരിക്കുമ്പോഴേ. അത് കാരണം പിന്നെ അമ്മ മരിച്ചിട്ട് 3 പെണ്ണുങ്ങളും മരിച്ചിട്ട് 3-4 കൊല്ലേ. അത് 6 ഭാര്യ മരിച്ചു പോയില്ലേ? അവർ മരിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ എടുക്കുന്നത്. അല്ല അവർ പറഞ്ഞു നോക്കും. ഈ പശു ഇത് ആടിന്റെ കാര്യമൊക്കെ മറ്റേ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവർ വെള്ളം കൊടുക്കാൻ അവരെ ഇത് രണ്ടും ഞാൻ തന്നെ ചെയ്യണം. ഇപ്പം എല്ലാം രാമേട്ടൻ തന്നെയാണ്. ഞാൻ ചെയ്യണം. ഇത് പശു ഉണ്ടായിനോ? വിറ്റതാ? പശു വിറ്റതാ. കറന്നിട്ട് കിട്ടും. രാവിലെ കൊണ്ടുപോകണ്ടേ. പാല് കൊണ്ടുപോകാനുള്ളൊരു വിഷമമുണ്ട്. അല്ലാതെ കറന്നില്ല ആദായമുള്ള കാര്യമാണ്. പറമ്പിലേക്ക് വളമെല്ലാം കോരിയിട്ട് പറമ്പൊക്കെ മോന് ജോലിയുള്ളതുകൊണ്ട് കൃഷിന്റെ കാര്യങ്ങൾ മൊത്തം രാമേട്ടൻ തന്നെയായിരിക്കും അല്ലേ? ഇനി പോകാൻ പെൻഷൻ വരുന്നവരെങ്ങനെ കുത്തിച്ചാൽ നടന്ന ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. ബാധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൃഷി തന്നെയാണ്. അപ്പോൾ പിന്നെ ആദായമില്ലാന്ന് പറയാൻ പാടില്ല. ആദായമുണ്ട്. പക്ഷെ ഇപ്പോഴത്തേക്ക് വ്യത്യാസം വന്നു പോയി. കാലാവസ്ഥ വളരെ വ്യത്യാസമാണ്. ഈ സമയത്ത് നല്ല മഴ പെയ്യണ്ടല്ലോ, വെയിലല്ലേ. അതൊക്കെ തന്നെയാണ് പ്രശ്നം. ഒന്നുമില്ല. പിന്നെ പണിക്കാർ കിട്ടാൻ ചെറുപ്പക്കാരായ ഈ ഫീൽഡിൽ വരുന്നത് കുറവാണ്. അങ്ങനെയൊക്കെയുള്ള വിഷമം മാത്രം. 80 വയസ്സാവാൻ ഇനി കുറച്ച് മാസങ്ങളും കൂടിയേ ഉള്ളൂ. പക്ഷേ കൃഷി വിടുന്നില്ല. ചെറുപ്പത്തിൽ 12-ാം വയസ്സിൽ തുടങ്ങിയ കൃഷിയിൽ രാമേട്ടൻ ഇപ്പോഴും സജീവമാണ്. പകല് മുഴുവൻ ജോലിയാണ്.